ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. ചെന്നൈയുടെ അടുത്ത് തിരുവള്ളൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഇത് തിരുവള്ളൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് ഞാനുള്ളത്. ഇത് കംപ്ലീറ്റ്ലി പാടി ഫീൽഡാണ്. ഇവിടെ എല്ലായിടത്തും നിറയെ നെല്ല്. നമ്മുടെ കുട്ടനാട്, പാലക്കാട് മാതിരി ഇവിടെ എല്ലാ സ്ഥലത്തും നെൽകൃഷിയാണുള്ളത്. ഇത് നന്നായിട്ട് വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഈ ചെയ്തിരിക്കുന്ന വെറൈറ്റി എന്ന് പറയുന്നത് AD48 എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ നാട്ടിലെല്ലാം വലിയ പൊക്കം കൂടിയ നെല്ലാണ്. ഇവിടെ വന്ന് ഇതൊരു 2.5 അടിയാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. അതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത്. 2.5 അടിയാണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ കാറ്റ് വീഴ്ച എന്ന് പറയുന്നൊരു സാധനം ഇതിനകത്ത് വളരെ കുറവായിട്ട് ആണ് അനുഭവപ്പെടുന്നത്. കാരണം ഇവിടെ ഒന്നും ഒരു സാധനം പോലും കാറ്റ് വീണ് കണ്ടിട്ടില്ല. കാരണം ഇവിടെ പക്ഷേ പൊതുവെ നല്ല കാറ്റ് ഉള്ള ഏരിയ കൂടിയാണ്. നല്ല വിൻഡ്, വൈകിട്ടാണെങ്കിലുമൊക്കെ നല്ല കാറ്റുള്ള ഏരിയയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു കാറ്റ് വീഴ്ച എന്ന് പറയുന്ന സാധനം കാണുന്നില്ല. പിന്നെ അവരത് പറഞ്ഞത് 1 ഏക്കറിൽ 2300 മുതൽ 2800 വരെയാണ്. അതായത് 2300 മുതൽ 2800 വരെയാണ് പ്രൊഡക്ഷൻ വരുന്നത്. ഇതിന് പൊതുവെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. ഇതിനകത്ത് വിൽറ്റ് വരത്തില്ല. അതുപോലെ വൈറസ് രോഗത്തെ കൺട്രോൾ ചെയ്യുന്നവരെന്നാണ്. ഇത് വികസിപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് AD എന്ന് പറയുന്ന അടയാർ റൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത 48 എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. നമ്മുടെ IR8 അതുപോലത്തെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇവിടെ അടയാർ സ്റ്റേഷനിലാണ് ഇത് അവർ റിസർച്ച് ചെയ്ത് വികസിപ്പിച്ചെടുത്തത്. അത്യാവശ്യം നല്ല ഈൽഡുണ്ട്. ഇവിടെയുള്ള എല്ലാ ആൾക്കാരും തന്നെ ഈ ഒരു വെറൈറ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഈ നെല്ല് കാണാം. ഇവിടെ ഒരെണ്ണം ഒരു ഹാർവെസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നതാണ്. ഇതൊരു 1 വീക്കിനകത്ത് ഇത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്നത് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ, ഇവിടെ പൊങ്കലാണ് നെക്സ്റ്റ് വീക്ക്, അത് കഴിയുമ്പോൾ ഇതും ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ മൊത്തം ഏകദേശം എനിക്കൊരു 3000 ഹെക്ടർ സ്ഥലം ഇവിടെ നെൽകൃഷി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെറൈറ്റി പൊതുവേ തമിഴ്നാട്ടിലാണോ ഇത് നല്ലതെന്ന് അറിയില്ല. കാരണം പൊതുവേ ഇത് ഇവിടുത്തെ മണ്ണ് പൊതുവേ കുറച്ചുകൂടി ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മിക്കവാറും വെള്ളം കുറവ് മതിയാവുന്ന ഒരു സ്ഥലത്തായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ കൃഷി നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഇത് പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതായി ചെയ്യാൻ പറ്റും. കാരണം 90 മുതൽ 100 ദിവസം വരെയാണ് ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ടൈം പറയുന്നത്. 90 മുതൽ 100 ദിവസത്തിനകത്ത് ഇത് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഷോർട്ട് ടൈം ക്രോപ്പാണ്. നമ്മളുടെ അവിടുത്തെ 110 മുതൽ 120 ദിവസം വരെയാണ് വരുന്നത്. ഇത് ഷോർട്ട് ടൈം ക്രോപ്പായിട്ടാണ് വരുന്നത്.